ഇപ്പോൾ ഇത്രയും ദിവസമായി 8 ദിവസം പിന്നിടാൻ പോവുകയാണ്. ഇത്രയും ദിവസം കേരള പോലീസിന്റെ ഇത്രയും സുശക്തമായ ഒരു നിരീക്ഷണ സംവിധാനത്തെ വെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒളിച്ചു കഴിയുന്നുവെങ്കിൽ വലിയ തോതിലൊരു സഹായം അല്ലെങ്കിൽ വിവരങ്ങൾ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കോടതിയിൽ നിന്ന് പറയാനുണ്ട്. അതായത് വാദം പൂർത്തിയായിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പാടില്ല എന്നുള്ളൊരു വാദം കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നോ ടു അറസ്റ്റിലുള്ള ഉത്തരവ് അല്പസമയത്തിനകം കോടതി പറയും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ആ ഉത്തരവ് വരും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതി 1 മണിക്കൂറിനുള്ളിൽ തീരുമാനം പറയും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി ഉണ്ടാവുക. അപ്പോൾ വിധി ഇനിയും വൈകും എന്നുള്ളൊരു സൂചന കൂടി വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് നോ ടു അറസ്റ്റ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ ഹർജിക്കാരന്റെ വാദം അത് എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കോടതി 1 മണിക്കൂറിനുള്ളിൽ പറയും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ, കോടതി അറസ്റ്റ് തടയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വാദം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 2 കൂട്ടരുടെയും വാദം പൂർത്തിയായി കഴിഞ്ഞു. ഉത്തരവ് എന്ന് പറയുന്നത് നോ ടു അറസ്റ്റിലാണ് ഇപ്പോൾ ആദ്യം ഉത്തരവ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ഇനി അങ്ങനെ വരുമ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റിവെക്കാനോ മറ്റോ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. അല്ലെങ്കിൽ ഉത്തരവ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറയും. ശരി, അന്വേഷണമാണ് വിവരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്പ നിമിഷങ്ങൾക്കകം തന്നെ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ വാദമാണ് ഇന്നും തുടർന്നു. ആ വാദം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യമുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോടതി ഒരു തീരുമാനം അറിയിക്കുമെന്നതാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കുന്ന വേളയിലാണ് ബംഗളൂരിൽ ഒരു മലയാളി അഭിഭാഷക രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ട്. അനന്തൻ പറയാം. ദിവിഷ്, ഈ വാദം പൂർത്തിയായി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത് നോ ടു അറസ്റ്റ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം അതിലെന്ത് ചെയ്യണം എന്നുള്ളത് 1 മണിക്കൂറിനുള്ളിൽ പറയും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ ഓർഡർ എപ്പോഴാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരും. ദിവിഷ്.